വേനൽ മഴയും ഇടവപ്പാതിയും ഇനിയും വൈകിയാൽ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യത. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദിയായ പമ്പയിൽ ജലനിരപ്പ് താഴ്ന്ന് നീരൊഴുക്ക് കുറഞ്ഞ നിലയിലാണ്. ഇതോടെ ജില്ലയിലെ ശബരിഗിരി, മണിയാർ അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഇപ്പോൾ താഴ്ന്ന നിലയിലാണ് ഉള്ളത്. നീരൊഴുക്ക് കുറഞ്ഞ പമ്പയുടെ വൃഷ്ടിപ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ വൈദ്യുത പദ്ധതിയായ ശബരിഗിരിയുടെ അടുത്തത്തിലാണ്. നമുക്ക് ഇവിടെ നിന്ന് ഡാമിന്റെ വിഷൽ കാണാം. വർഷകാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പമ്പ നദിയാണ്. ഇപ്പോൾ ഏകദേശം വളരെയധികം മധ്യഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വേനൽ മഴ ശക്തമായില്ലെങ്കിലും അതിനെ തുടർന്ന് ഇടവപ്പാതി കനിഞ്ഞില്ലെങ്കിലും കേരളം കടുത്ത വൈദ്യുതക്ഷാമത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയിപ്പോൾ ഡാമിന്റെ സംഭരണശേഷിയിൽ എത്ര കണ്ട് ജലം റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്രഖ്യാപിത പവർ കട്ട് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേനൽ മഴ പത്തനംതിട്ട ജില്ലയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ പെയ്തെങ്കിലും വൃഷ്ടിപ്രദേശത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന മൂഴിയാറിലെയും ഈ മണിയാറിലെയും പമ്പ നദിയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കാര്യമായ തരത്തിലുള്ള നീരൊഴുക്കൊന്നും ഇതുവരെയും പമ്പയിൽ ലഭ്യമായിട്ടില്ല. നീരൊഴുക്ക് വളരെ നാമമാത്രമായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. ഈ മണൽത്തിട്ട രണ്ട് സൈഡും നിറഞ്ഞു കവിഞ്ഞാണ് പമ്പ നദി വർഷകാലത്തും ഇടവപ്പാതിയിലും ഒക്കെ പോകുന്നത്. അപ്പൊ ആ തരത്തിൽ വെള്ളം വരുന്ന മാസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ കിട്ടിയില്ലെങ്കിൽ രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. കാലാവസ്ഥ പ്രവചനം അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകുകയും അതിനെ തുടർന്ന് ഇടവപ്പാതി കരുത്തോടെ പെയ്യുകയാണെങ്കിൽ മാത്രമേ കടുത്ത വേനലിനും ഒപ്പം തന്നെ വൈദ്യുതി ക്ഷാമത്തിനും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയൂ. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് വിദഗ്ധരും പൊതുജനങ്ങളും. ശബരിഗിരി പദ്ധതിയുടെ അടിത്തട്ടിൽ നിന്നും, അതായത് മൂഴിയാറിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.